In the last class, we have seen one aspect of derivative. That is, we have seen that if we have a function r bar, then r bar dash t represents the tangent vector. അല്ലെ, ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ r bar എന്ന് പറയുന്ന ഫംഗ്ഷൻ ടൈം ഈ t എന്ന് പറയുന്ന വാല്യൂ എത്രയാണോ, സേ ഇതാണ് ഒറിജിൻ എന്ന് വിചാരിക്കാം. ഒറിജിൻ, ദിസ് ഇസ് ദ സ്റ്റാർട്ടിംഗ് പോയിന്റ്. സേ r bar is treated as a function from a b to r2. r2 ആണെങ്കിൽ r2, r3 ആണെങ്കിൽ r3. ഓക്കെ, അപ്പോൾ അത് സേ ടി ഈക്വൽ ടു ഇതിന് ഇൻ ബിറ്റ്വീൻ ഒരു പോയിന്റ് എടുത്തു എന്നിരിക്കും. സേ ടി നോട്ട് എന്ന് പറഞ്ഞൊരു പോയിന്റ്. ടി ഈക്വൽ ടു ടി നോട്ട് ആകുമ്പോൾ സപ്പോസ് ഐ എം ഹിയർ. സോ ദിസ് ഇസ് ദിസ് പൊസിഷൻ വെക്ടർ. ദിസ് പൊസിഷൻ വെക്ടർ വിൽ ബി r bar അറ്റ് ടി നോട്ട്. ഓക്കെ, ടി ഈക്വൽ ടു ടി നോട്ട് ആകുമ്പോഴാണ് ഇവിടെ എത്തിയെങ്കിൽ ദിസ് position vector, which is actually the r bar of t naught, r bar of t0. Okay. Now r bar dash t naught, we have seen that this is representing the tangential direction to the curve. ഈ വെക്ടർ ടാൻജന്റ് വെക്ടറിനെയാണ് എന്ത് റെപ്രസെന്റ് ചെയ്യുക? r bar dash at t naught എന്ന് പറയുന്നത് t ഈക്വൽ ടു t naught ആകുമ്പോൾ ആ പോയിന്റിന്റെ പൊസിഷൻ വെക്ടർ വരയ്ക്കാം. ആ പൊസിഷൻ വെക്ടർ ദാറ്റ് റെപ്രസെന്റ്സ് എ പർട്ടിക്കുലർ ഓൺ ദി കർവ്. അല്ലെ, ഒരു പർട്ടിക്കുലർ പോയിന്റിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ആ പോയിന്റിന്റെ ടാൻജന്റ് വെക്ടർ ആണ് ഈ r bar dash t naught തരുന്നത് നമ്മൾ കണ്ടു. Now we are going to see another aspect of the derivative. r bar dash t യുടെ അല്ലെങ്കിൽ r bar dash t naught ന്റെ വേറൊരു ആസ്പെക്ട് ആണ് നമ്മൾ കാണാൻ പോകുന്നത്. ഓക്കെ, that is actually obtained using the concept of velocity vector. We can consider a curve as a function of time. അപ്പോൾ നമ്മളൊരു കർവ് കൺസിഡർ ചെയ്യാമെന്ന് വിചാരിക്കാം. കർവ് സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇതാണ്, എ ആണെന്ന് വിചാരിക്കാം. എൻഡിങ് പോയിന്റ് ഇതാണെന്ന് വിചാരിക്കാം. ഓക്കെ, സോ ദിസ് കർവ് സേസ് എ കർവ് ഒരു ഷേപ്പിലുള്ള ഒരു കർവ് ആണെന്ന് വിചാരിക്കാം. ഓക്കെ, സോ ദിസ് കർവ് ക്യാൻ ബി പ്ലോട്ടഡ്. അല്ലേ, നമ്മൾ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ സപ്പോസ് ഐ സ്റ്റാർട്ട് പ്ലോട്ടിംഗ് ദിസ്, വാട്ട് ഹാപ്പൻസ് ഇസ് വെൻ ഐ സ്റ്റാർട്ട് പ്ലോട്ടിംഗ് ഐ ക്യാൻ ടേക്ക് ടൈം ടു ബി ഈക്വൽ ടു 0. ഞാൻ പ്ലോട്ട് ചെയ്യുമ്പോൾ ടൈം 0ലാണ് സ്റ്റാർട്ട് ചെയ്തതെന്ന് വിചാരിക്കുക. ആസ് ഐ ഗോ ഓൺ, ആസ് ഐ പ്രൊസീഡ്, വാട്ട് ഹാപ്പൻസ് ഇസ് ടൈം വിൽ വാരി. അല്ലേ, ടൈം വാരി ചെയ്തുകൊണ്ടിരിക്കും. ഞാനിങ്ങനെ പ്രൊസീഡ് ചെയ്യുമ്പോൾ ടൈം ടി ഈക്വൽ ടു 0 എന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ടി ഈക്വൽ ടു 0 ആകുമ്പോൾ എ ആണ് വരുന്നത്. അപ്പോൾ എ നമുക്ക് എന്ത് വിളിക്കാം? r bar at 0 എന്ന് വിളിക്കാം. ടൈം ആയിട്ട് കൺസിഡർ ചെയ്യും. ദിസ് ഇസ് ദി ടൈം. നൗ ആസ് ഐ കണ്ടിന്യൂ ഡ്രോയിങ് ദി കർവ്, ദ ടൈം ഇൻക്രീസസ്. അല്ലെ, നമ്മളിതിങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ഈ പ്രോസസ്സ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് വരികയാണെങ്കിൽ ടൈം എന്ത് ചെയ്യും? ടൈം മാറുന്നതനുസരിച്ച് the tip of this curve also changes. ഇതിങ്ങനെ ചേഞ്ച് ചെയ്തിട്ട് ഇവിടെ എത്തി എന്ന് വിചാരിക്കും. ഇവിടെ എത്താൻ എത്ര ടൈം എടുത്തു? ഏകദേശം ഒരു സേ 20 seconds കൊണ്ട് നമ്മൾ ഇവിടെ എത്തി എന്ന് വിചാരിക്കും. t equal to 20. Then you can treat this curve as a function of time. r bar can be treated as a function of time, where time is varying from 0 to 20. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ് നമ്മൾ നല്ല ഫാസ്റ്റ് ആയിട്ടാണ് വരച്ചെങ്കിൽ വിൽ ബി മൂവിങ് വെരി ഫാസ്റ്റ്. അപ്പോൾ നമ്മൾ 10 seconds കൊണ്ട് ചിലപ്പോൾ ഇവിടെ എത്തും. സ്റ്റാർട്ടിങ് നമ്മൾ നല്ല ഫാസ്റ്റ് ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ വെൻ ടി ഈക്വൽ ടു 10, അതായത് 10th second എത്തുമ്പോൾ നമ്മൾ ഇവിടെ എത്തും. ദെൻ ഐ ക്യാൻ സ്ലോ ഡൗൺ. സപ്പോസ് ഐ എം സ്ലോയിങ് ഡൗൺ, ദെൻ വാട്ട് ഹാപ്പൻസ് ഇസ് ഇവിടുന്ന് ഇങ്ങോട്ട് എത്തുമ്പോഴേക്കും, അതായത് ഇവിടെ ഫാസ്റ്റ് ആയിട്ട് ഇങ്ങനെ വന്നു. സോ ഐ എം സ്ലോയിങ് ലൈക്ക് ദിസ്, ആൻഡ് ആഫ്റ്റർ റീച്ചിങ് ഹിയർ ഐ എം ജസ്റ്റ് സ്ലോയിങ് ഇറ്റ് ഡൗൺ. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ ഇവിടെ എത്തുമ്പോഴേക്ക് സേ 20 ആകുമ്പോഴേക്കും ഇവിടെ എത്തി എന്ന് വിചാരിക്കുക. ദെൻ യു ക്യാൻ ട്രീറ്റ് യുവർ r bar ആസ് എ ഫംഗ്ഷൻ വിത്ത് ഡൊമൈൻ 0-20, കാരണം സ്റ്റാർട്ടിങ് 0ലാണ്, എൻഡിങ് ആകുമ്പോഴേക്ക് ടൈം 20 seconds ആയിട്ടേ ഉള്ളൂ. ടു r2 ഇങ്ങനെ ട്രീറ്റ് ചെയ്യാൻ പറ്റും. സോ യുവർ r bar, the same curve which you have taken previously, can be treated as a function of time like this. Okay. And why I said about this speed is, ഇപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് സ്പീഡിലാണ് ശരിക്കും ടി ഈക്വൽ ടു 10 എന്ന് വിചാരിക്കും പറയുമ്പോൾ യു മേ തിങ്ക് ദാറ്റ് ദ പോയിന്റ് വിൽ ബി അറ്റ് ദി ഇൻ ദ മിഡിൽ. ഈ പോയിന്റിലാണ് ഇതാണ് ടി ഈക്വൽ ടു 10ന്റെ പൊസിഷൻ എന്ന് വിചാരിക്കും. കാരണം ഇവിടുന്ന് എത്ര ദൂരം ഉണ്ട് അതിന്റെ മിഡിൽ ഡിസ്റ്റൻസ് ആണെന്നല്ലേ നമ്മൾ വിചാരിക്കുക. പക്ഷേ സിൻസ് വി ആർ ട്രീറ്റിംഗ് ആസ് എ ടൈം ഫംഗ്ഷൻ ഓഫ് ടൈം, വാട്ട് ഹാപ്പൻസ് ഇസ് ഇഫ് ദ സ്പീഡ് ഇസ് ഹയർ വൈൽ സ്റ്റാർട്ടിങ്, ദെൻ കൂടുതൽ ദൂരം എന്ത് ചെയ്യും? അത് ടൈം 10 seconds കൊണ്ട് എത്ര ട്രാവൽ ചെയ്തോ അതിനേക്കാൾ കുറച്ച് ദൂരം എന്ത് ചെയ്യുള്ളൂ? 20 ബാക്കിയുള്ള റിമൈനിങ് 10 seconds കൊണ്ട് ട്രാവൽ ചെയ്യുള്ളൂ. ഇഫ് യു ആർ മേക്കിംഗ് ഇറ്റ് ഫാസ്റ്റർ ഹിയർ ആൻഡ് സ്ലോവർ ഹിയർ. ഓക്കെ, ദാറ്റ്സ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ടൈം ഹിയർ. ടൈമിൻ്റെ ഇതിലാണ് നോക്കുന്നതെങ്കിൽ നമ്മൾ ഫാസ്റ്റ് ആയിട്ട് വരച്ചെങ്കിൽ, ഫാസ്റ്റ് ആയിട്ടാണ് ഡ്രോ ചെയ്യുന്നതെങ്കിൽ ഇറ്റ് മൂവ്സ് ഫാസ്റ്റർ, റൈറ്റ്? ഓരോ പോയിന്റും കൂടുതൽ ദൂരം പോയിട്ടുണ്ടാവും. അപ്പോൾ 10 seconds കൊണ്ട് ഇവിടെ എത്തും, ഇത്രയും ദൂരം കവർ ചെയ്തിട്ടുണ്ടാവും. സേ ദിസ് ഡിസ്റ്റൻസ്
മേ ബി ഇവിടുന്ന് ഇതുവരെ ഉള്ള ഡിസ്റ്റൻസ് ചിലപ്പോൾ സേ ഒരു 30 സെൻറ്റിമീറ്റർ എന്ന് വിചാരിക്കും. 30 സെൻറ്റിമീറ്റർ ആണെങ്കിൽ 10 സെക്കൻഡ്സ് കൊണ്ട് 30 സെൻറ്റിമീറ്റർ കവർ ചെയ്തിട്ടുണ്ടെങ്കിലും റിമൈനിങ് 10 സെക്കൻഡ്സ് കൊണ്ട് ചിലപ്പോൾ കവർ ചെയ്യുക 20 മീറ്റർ മാത്രമേ കവർ ചെയ്യുന്നുണ്ടാവുള്ളൂ. ബിക്കോസ് ഇറ്റ് ഡിപ്പെൻസ് ഓൺ ദി ടൈം, റൈറ്റ്? സോ ദാറ്റ്സ് എ പ്രോസസ് വിച്ച് ഇസ് ഡിപ്പെൻഡിങ് ഓൺ ടൈം. ഇങ്ങനെ ടൈമിൻ്റെ ഒരു ഫംഗ്ഷൻ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ആർ ബാറിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റും. ആർ ബാർ ക്യാൻ ബി ട്രീറ്റഡ് ആസ് എ ഫംഗ്ഷൻ ഓഫ് ടൈം. Okay. Similarly, or in another context, this can be treated the same thing. ഇതേ കർവിന് നമുക്ക് വേറെ രീതിയിൽ ട്രീറ്റ് ചെയ്യാൻ പറ്റും. That is, you can treat it as a function of r bar can be treated as a function of distance. It represents the distance. ഇവിടെ നമ്മൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റിനെ നമ്മൾ ഒറിജിൻ ആയിട്ട് കൺസിഡർ ചെയ്യും. ഓക്കെ, ഒറിജിൻ അല്ല സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയിട്ട് കൺസിഡർ ചെയ്യും. ഒറിജിൻ മേ ബി ഡിഫറെൻറ്റ്, ഒറിജിൻ ഇവിടെ ആവാം, ഡസൻ മാറ്റർ. നമ്മൾ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങും, ഡിസ്റ്റൻസ് മെഷർ ചെയ്യുക. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഈ കർവിന്റെ മേലെ കൂടെയുള്ള ഡിസ്റ്റൻസ് ആണ്. അതായത് നമ്മൾ ഇതിന്റെ മേലെ ഒരു ട്വെയിൻ എടുത്തിട്ട് നമ്മൾ ഇതിന്റെ മേലെ കൂടെ ഇങ്ങനെ മെഷർ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ എത്തുമ്പോഴേക്ക് എത്രയാണോ ദൂരം ട്രാവൽ ചെയ്തിരിക്കുന്നത് അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, എസ് എന്ന് വിളിക്കുന്നത്. സോ വെൻ എസ് ഇസ് ഈക്വൽ ടു 0 യു ആർ അറ്റ് ദിസ് പോയിന്റ്, റൈറ്റ്? കാരണം ഇവിടെ ഡിസ്റ്റൻസ് 0 ആകുമ്പോൾ നമ്മൾ ഈ പോയിന്റിലാണ്. ദെൻ എസ് കൂടുന്നതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും, ഈ പോയിന്റ് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. ഡിസ്റ്റൻസ് ഈ പോയിന്റ് അല്ലെങ്കിൽ ഈ പോയിന്റ് മൂവ് ചെയ്യുന്നതിനനുസരിച്ച് എസ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു പറയാം നമുക്ക്. സോ 10 ഡിസ്റ്റൻസ് എത്തുമ്പോൾ നമ്മൾ ഇവിടെ എത്തും. ദെൻ 20 ഡിസ്റ്റൻസ് എത്തുമ്പോൾ നമ്മൾ ചിലപ്പോൾ അതിന്റെ നേരെ ഡബിൾ എത്തിയിട്ടുണ്ടാകും. അവിടെ സ്പീഡിന് ഇമ്പോർട്ടൻസ് ഇല്ല, ബിക്കോസ് വാട്ട് വി ആർ മെഷറിംഗ് ഈസ് ദ ഡിസ്റ്റൻസ്. 10 ഡിസ്റ്റൻസ് എത്തുമ്പോഴേക്കും നമ്മൾ ഈ പോയിന്റ് എത്തിയിട്ടുണ്ടെങ്കിൽ 20 ഡിസ്റ്റൻസ് എത്തുമ്പോഴേക്കും ഇതിന്റെ നേരെ ഡബിൾ ഡിസ്റ്റൻസിൽ നമ്മൾ എത്തിയിട്ടുണ്ടാകും. So this will be t equal to 20 and then 10 സെന്റിമീറ്റർ കൂടെ പോയി കഴിഞ്ഞാൽ ഇവിടെ എത്തിയെങ്കിൽ t equal to 30 ആയിട്ടുണ്ടാവും. ഇത് മേ ബി 30. So in that way you can treat r bar as a function of distance also. ഇവിടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മളൊരു പോയിന്റ് ഫിക്സ് ചെയ്യും. ഇവിടെ തന്നെ ഫിക്സ് ചെയ്യണമെന്നില്ല, യു ക്യാൻ ഫിക്സ് ഫ്രം ഹിയർ ഓർ എനി പോയിന്റ്, ഏത് പോയിന്റിൽ നിന്ന് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. ബട്ട് ഫോർ ഈസിനെസ് യു ക്യാൻ ഫിക്സ് ആസ് എ സ്റ്റാർട്ടിംഗ് പോയിന്റ്. നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് തന്നെ നമുക്ക് എടുക്കുകയാണെങ്കിൽ എസ് ഈക്വൽ ടു 0, ദിസ് വിൽ ബി ആർ ബാർ ഓഫ് 0 ആൻഡ് ദിസ് പോയിന്റ്. ഇത് എത്ര ദൂരം ഉണ്ട് നോക്കുക. ഈ ഡിസ്റ്റൻസ് സേ 10 സെന്റിമീറ്റർ ആണെങ്കിൽ ദിസ് പോയിന്റ് വിൽ ബി റെപ്രസെന്റിങ് ആർ ബാർ ഓഫ് 10 ആൻഡ് അഗെയിൻ 10 ഡിസ്റ്റൻസ് നമ്മൾ മെഷർ ചെയ്ത ഇതാണെങ്കിൽ ദിസ് പോയിന്റ് വിൽ ബി റെപ്രസെന്റിങ് r bar of 20. Actually r bar of 20 is the position vector of this point, okay, because it's a vector. r bar of 0 എന്ന് പറയുന്നത് ഈ പൊസിഷൻ വെക്ടർ ആണ്. r bar of 10 is this position vector, origin to this point. ഓരോ പോയിന്റും ആ പോയിന്റ് ആണ് നമ്മൾ നോക്കേണ്ടത്. ആ പോയിന്റ് പൊസിഷൻ വെക്ടറിനെയാണ് ഈ r bar റെപ്രസെന്റ് ചെയ്യുന്നത്. സോ r bar can be treated as a function of distance. ഓക്കെ, ഇങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, once again, suppose I start drawing a curve, then I start from this point. I can treat it as, I can take this curve's path as a function of time. കാരണം ഞാൻ ഇങ്ങനെ ഒരു സ്പീഡിലാണ് പോകുന്നത് അല്ലേ, ഒരു പെർട്ടിക്കുലർ സ്പീഡിലാണ് പോകുന്നതെങ്കിൽ ഇവിടെ എത്തുമ്പോഴേക്ക് നമ്മൾ ഏകദേശം t ഈക്വൽ ടു 0 ഇവിടെ ഉണ്ട്, ദെൻ t ഈക്വൽ ടു 20 ആകുമ്പോഴേക്ക് ഇവിടെ എത്തി. അപ്പോൾ ദെൻ യു ക്യാൻ ട്രീറ്റ് r bar as a function from 0-20 സെക്കൻഡ്സ് ആണെന്ന് വിചാരിക്കുക. ദിസ് ഇസ് ടൈം ടു r2. ഇങ്ങനെ ട്രീറ്റ് ചെയ്യാൻ പറ്റും. ഓർ യു ക്യാൻ ഓൾസോ ട്രീറ്റ് ഇറ്റ് എസ് r bar ഫ്രം ഈ പോയിന്റ്. ഈ പോയിന്റ് തന്നെയാണ് നമ്മൾ ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്നതെങ്കിൽ ഈ പോയിന്റിൽ നിന്ന് നമ്മൾ ഈ സ്ട്രേറ്റ് അവേ ഉള്ള ഈ ലൈനിന്റെ മേലെ കൂടെയുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്യാം. അപ്പോൾ ദെൻ അത് ഇവിടെ എത്തുമ്പോഴേക്ക് ചിലപ്പോൾ ഇത് 10 സെന്റിമീറ്റർ ആയിരിക്കും. 10 സെന്റിമീറ്റർ എത്തുമ്പോൾ ഈ പൊസിഷനിൽ എത്തിയിട്ടുണ്ടാവും അല്ലേ. സോ ദിസ് വിൽ ബി ടേക്കൺ ആസ് ദ പൊസിഷൻ വെക്ടർ ഓഫ് ദിസ് പോയിന്റ് വിൽ ബി ടേക്കൺ ആസ് r bar ഓഫ് 10 എന്ന് പറയുന്നത്. ദെൻ ഇവിടെ എത്തുമ്പോഴേക്കും അഗെയിൻ ഒരു 10 സെന്റിമീറ്റർ എത്തുമ്പോൾ ഇത് ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ സോ ദിസ് വെക്ടർ, ദിസ് ഒറിജിൻ ടു ദിസ് പോയിന്റ് വിൽ ബി ഗിവിംഗ് യു എ വെക്ടർ ദാറ്റ് വിൽ ബി r bar ഓഫ് 20, ദിസ് വെക്ടർ. ആൻഡ് ഇവിടെ എത്തുമ്പോഴേക്ക് ചിലപ്പോൾ r bar ഓഫ് 40 or 30 ഒക്കെ ആയിട്ടുണ്ടാവും. സോ ഇൻ ദാറ്റ് കേസ് യു ക്യാൻ സേ r bar ഈസ് എ ഫംഗ്ഷൻ ഫ്രം 0-30 ആണ് എങ്കിൽ വിചാരിക്കുക 30 to r2. ഇവിടെ നമ്മൾ എന്താണ് കൺസിഡർ ചെയ്യുന്നത്, ഡിസ്റ്റൻസ് ആണ് കൺസിഡർ ചെയ്യുന്നത്. ഡിസ്റ്റൻസ് മാറുന്നതനുസരിച്ച് ഓരോ അതിന്റെ പൊസിഷൻ മാറിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ പൊസിഷൻ മാറുന്നതനുസരിച്ച് ഡിസ്റ്റൻസ് മാറിക്കൊണ്ടിരിക്കും. സോ യു ക്യാൻ ഇൻ ദാറ്റ് കേസ് യു ക്യാൻ കൺസിഡർ ഇറ്റ് as r bar ഓഫ് t
or r bar of s. ഇങ്ങനെ രണ്ട് രീതിയിലും കൺസിഡർ ചെയ്യാൻ പറ്റും. ഈ r bar of t ആയിട്ട് എടുക്കുമ്പോഴുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ what you are getting is a position vector of the point. Position vector of the point with respect to time ആണ് നമ്മൾ നോക്കുന്നത്. ടൈം എന്ന് പറയുന്ന വേരിയബിളിലാണ് നമ്മളിവിടെ മെഷർ ചെയ്യുന്നത് അല്ലേ. r bar of t ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഓക്കെ. So we can consider a curve as a function of time. R bar can be treated as r bar of t. Also it can be treated as a function of distance. അതാണ് നേരത്തെ ഞാൻ പറഞ്ഞത്. Now നമ്മൾ അതിനെ ടൈമിന്റെ ഫംഗ്ഷൻ ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ യു ക്യാൻ ഹാവ് ദി കൺസെപ്റ്റ് ഓഫ്, സോ യു ഹാവ് ഡിസ്റ്റൻസ് അല്ലേ, നമുക്കൊരു ഡിസ്റ്റൻസ് ഉണ്ട്, ഒരു ടൈം ഉണ്ട്. അങ്ങനെയാണ് നമ്മുടെ ഡെഫിനേഷൻ അനുസരിച്ച് സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ടൈം ഡിസ്റ്റൻസ് വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ്. ds/dt ആണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സ്പീഡ് എന്ന് വിളിക്കുന്നത് അല്ലേ. ബിക്കോസ് യു ആർ ട്രീറ്റിംഗ് ഇറ്റ് ആസ് എ ഫംഗ്ഷൻ ഓഫ് ടൈം. വാട്ട് യു ക്യാൻ ഹാവ് എസ്, നമ്മളത് ഓരോ പോയിന്റ് ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലേക്ക് എത്തുമ്പോഴേക്ക് അത് ഇത്ര ടൈം ട്രാവൽ ചെയ്തിട്ടുണ്ടാകും. t ഈക്വൽ ടു സേ 10 seconds കൊണ്ട് അത് ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ വാട്ട് യു ഹാവ് ഇസ് ദർ ഇസ് എ ചേഞ്ച് ഹാപ്പൺ ഇൻ ദി പൊസിഷൻ. പൊസിഷൻ ഇത്ര മാറിയിട്ടുണ്ട് അല്ലേ, ഇത്ര ഡിസ്റ്റൻസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് എത്രയാണെന്ന് നോക്കി, ഈ ഡിസ്റ്റൻസ് 20 ആണെങ്കിൽ 20/10 ആയിരിക്കും എന്ത് വരിക, ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ വരിക. അതായത് ടൈം ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം വിൽ ഗിവ് യു സ്പീഡ് അല്ലേ. ആവറേജ് സ്പീഡ് തരും. ഇൻസ്റ്റന്റേനിയസ് സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ലിമിറ്റ് ഓഫ് Δs/Δt ആണ്. ds/dt വിൽ ഗിവ് യു ദ സ്പീഡ്. നമുക്ക് ഇവിടെ നമ്മൾ ഇതിനെ r ബാറിനെ നമുക്ക് r bar of s ആയിട്ട് ട്രീറ്റ് ചെയ്യാം, r bar of time ആയിട്ട് ട്രീറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടെ രണ്ട് വേരിയബിൾ ഉണ്ട്, s എന്നൊരു വേരിയബിൾ ഉണ്ട്, ദിസ് റെപ്രസെന്റ്സ് ദ ഡിസ്റ്റൻസ്, ആൻഡ് ടൈം t എന്ന് പറഞ്ഞ വേരിയബിൾ റെപ്രസെന്റ് ചെയ്യുന്ന ടൈമിനെയാണ്. സോ ദെൻ ds/dt വിൽ റെപ്രസെന്റ് ദ ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്റ്റൻസ് വിത്ത് റെസ്പെക്ട് ടു ടൈം. ടൈമിന്റെ റേറ്റ് ഓഫ് ചേഞ്ച് ആണ് തരുന്നത്. ദാറ്റ് മീൻസ് ദിസ് ഇസ് ഗോയിങ് ടു ബി ദ സ്പീഡ്. സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ds/dt ആയിരിക്കും സ്പീഡ് എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് ഇസ് ഗോയിങ് ടു ബി ദ സ്പീഡ്. So that's why I have written speed is defined as the rate of change of distance with respect to time. It's a physical quantity, and for this to have a meaning, you should have two variables. One is time and the other one is distance. അപ്പോൾ നമുക്കൊരു കർവ് പ്ലോട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കിത് രണ്ടും ഉണ്ട്. നമ്മൾ പ്ലോട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ടൈമും ചേഞ്ച് ചെയ്യും, അതേപോലെ ഡിസ്റ്റൻസും ചേഞ്ച് ചെയ്യും. സോ യു ക്യാൻ ടോക്ക് അബൌട്ട് ds/dt. Now I am trying to define the velocity vector. നമ്മൾ സ്പീഡ് അല്ല, നമുക്ക് വെലോസിറ്റി ആണ് വേണ്ടത്. അപ്പോൾ വെലോസിറ്റി എന്ന് പറയുന്നത് നമ്മളൊരു വെക്ടർ ആയിട്ടാണ് ഡിഫൈൻ ചെയ്യുക അല്ലേ. സോ ഇൻ ഫിസിക്സ് യു ഹാവ് ലേൺ ദാറ്റ് വെലോസിറ്റി ഈസ് എ വെക്ടർ. സ്പീഡും വെലോസിറ്റിയുടെ ഡിഫറൻസ് ഉണ്ട്. സ്പീഡ് ഈസ് എ സ്കേലർ, വെറസ് വെലോസിറ്റി ഈസ് എ വെക്ടർ. വെലോസിറ്റി ഈസ് എ വെക്ടർ, ദിസ് ഇസ് എ വെക്ടർ. വെക്ടർ ആകുമ്പോൾ എന്തുണ്ടാവും, അതിനൊരു മാഗ്നിറ്റ്യൂഡ് ഉണ്ടാവും. മാഗ്നിറ്റ്യൂഡ് പ്ലസ് ഡയറക്ഷൻ രണ്ടും കൂടെ ചേരുന്നതാണ് നമ്മുടെ വെലോസിറ്റി വെക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിന്റെ മാഗ്നിറ്റ്യൂഡ്, വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ആക്ച്വലി സ്പീഡ് തന്നെയാണ്. ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി ഈസ് നത്തിങ് ബട്ട് സ്പീഡ്. നൗ വാട്ട് വിൽ ബി ദ ഡയറക്ഷൻ? നമ്മളൊരു പാർട്ടിക്കിൾ ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇതിന്റെ ഡയറക്ഷൻ ആയിട്ട് നമ്മൾ എന്താ എടുക്കുക, ഈ ടാൻജൻഷ്യൽ ഡയറക്ഷനാണ്. ഈ പോയിന്റ് ആണെങ്കിൽ എടുത്തെങ്കിൽ ഈ പാത്തിന്റെ ടാൻജൻഷ്യൽ ഡയറക്ഷനാണ് എന്തിന്റെ ഡയറക്ഷൻ ആയിട്ട് എടുക്കുക. ദിസ് വിൽ ബി ദ ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി. അപ്പോൾ നമുക്കറിയാം ടാൻജൻഷ്യൽ ഡയറക്ഷൻ. ഇപ്പോൾ നമ്മൾ ഇതാണ് കർവ് എന്നുണ്ടെങ്കിൽ ഈ പോയിന്റിലുള്ള ഈ പാർട്ടിക്കിൾ ഇവിടെ നിന്ന് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ പോയിന്റ് എത്തുമ്പോൾ ഇവിടുന്ന് ഈ പോയിന്റ് എത്തുമ്പോൾ ഉണ്ടാവുന്ന വെലോസിറ്റിയുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഈ ടാൻജൻഷ്യൽ ഡയറക്ഷൻ ആയിരിക്കും. ആൻഡ് യു നോ ദാറ്റ് ദ ടാൻജൻഷ്യൽ ഡയറക്ഷൻ ഈസ് ഒബ്റ്റൈൻഡ് ബൈ t bar. t bar is the unit vector along the tangential direction. ടാൻജന്റ് വെക്ടർ ആണ്, യൂണിറ്റ് ടാൻജന്റ് വെക്ടർ ആണ്. അപ്പോൾ നമുക്ക് വെലോസിറ്റി കിട്ടണമെങ്കിൽ വെലോസിറ്റി നമ്മൾ v/t എന്നാണ് എഴുതുക. v/t കിട്ടണം എന്ത് ചെയ്താൽ മതി, സ്പീഡാണ് അതിന്റെ മാഗ്നിറ്റ്യൂഡ് ഞാൻ പറഞ്ഞു. സ്പീഡിന് എന്ത് അസൈൻ ചെയ്ത് കൊടുത്താൽ മതി, അതിന്റെ ഡയറക്ഷൻ അസൈൻ ചെയ്ത് കൊടുത്താൽ മതി. ഡയറക്ഷൻ എന്താണ്, t bar ആണ്. സ്പീഡ് ഇൻറ്റു t bar ചെയ്താൽ, കാരണം ഓരോ പോയിന്റിലും ഇപ്പൊ ഈ പോയിന്റിൽ നമ്മളൊരു ബോൾ എറിയുകയാണെങ്കിൽ ഈ പോയിന്റിൽ ആ ബോളിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഈ ഡയറക്ഷൻ ആയിരിക്കും, ടാൻജൻഷ്യൽ ഡയറക്ഷൻ ആയിരിക്കും. സോ വെലോസിറ്റി ക്യാൻ ബി ഡിഫൈൻഡ് ആസ് സ്പീഡ് ഇൻറ്റു ദി ടാൻജൻഷ്യൽ വെക്ടർ. ഓക്കെ, യൂണിറ്റ് ടാൻജന്റ് വെക്ടർ. വാട്ട് ഇസ് സ്പീഡ്? ds/dt അല്ലെ. ds/dt ആണ് സ്പീഡ്. അതിനെ നമ്മൾ t bar കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ വാട്ട് യു ഗെറ്റ് ഇസ് v/t. v/t is ds/dt into t bar. That's what it gives.
Speed is defined as the rate of change of distance with respect to time. So ds by dt ആണ്. The direction of motion is always taken as the tangential direction. Therefore velocity vector at time t എന്ന് പറയുന്നത് എന്താണ്? Velocity എന്ന് പറയുന്നത് ds by dt into t bar of t ആണ് വരിക. Okay, this is what I have written here. Speed into the direction. Direction is the tangential direction. So tangential direction ഉള്ള യൂണിറ്റ് വെക്ടർ കൊടുക്കുക. So speed into tangential വെക്ടർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് v bar t കിട്ടും. Okay. So the magnitude of velocity vector is the speed. Actually ഇവിടെ നിന്നാണ് നമ്മൾ ഇതിലേക്ക് എത്തുന്നത്. So ds by dt കിട്ടുന്നത് എന്ത് ചെയ്താൽ മതി? രണ്ട് സൈഡിലും നമ്മൾ മാഗ്നിറ്റ്യൂഡ് എടുക്കുമെന്ന് വിചാരിക്കുക. രണ്ട് സൈഡിലും മാഗ്നിറ്റ്യൂഡ് എടുത്താൽ this side will be giving the length of v bar t and this side will be length of this. And you know that this can be, this is a scalar അല്ലേ? അപ്പോൾ ds by dt is a positive scalar. So ds by dt into length of t bar എന്ന് വരും. അപ്പോൾ ഈ ലെങ്ത് ഓഫ് ടി ബാർ എന്ന് പറയുന്നത് ടി ബാർ യൂണിറ്റ് വെക്ടർ ആണല്ലേ. യൂണിറ്റ് വെക്ടറിന്റെ ലെങ്ത് എപ്പോഴും എന്തായിരിക്കും? 1 ആയിരിക്കും. ദാറ്റ്സ് വൈ വി കോൾ ഇറ്റ് ആസ് എ യൂണിറ്റ് വെക്ടർ. യൂണിറ്റിന്റെ മീനിങ് 1 എന്നാണ്. ഓക്കെ. അപ്പോൾ നമുക്ക് ds by dt എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? അല്ലെങ്കിൽ സ്പീഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ലെങ്ത് ഓഫ് വെലോസിറ്റി വെക്ടർ ആയിരിക്കും. ലെങ്ത് ഓഫ് വെലോസിറ്റി വി ബാർ ടിയുടെ ലെങ്ത്തിനെയാണ് നമ്മൾ സ്പീഡായിട്ട് എടുക്കുന്നത്. ഓക്കെ. അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡിനെയാണ് നമ്മൾ സ്പീഡായിട്ട് എടുക്കുന്നത്. ആ ഒരു റിലേഷൻ നമുക്ക് ഇങ്ങനെയും കണ്ടുപിടിക്കാൻ പറ്റും. Actually we define it so. We define the velocity vector as speed into the unit vector along the tangential direction. Okay. So the length of the unit vector. ഇപ്പോൾ ഇവിടെ ഒരു പാർട്ടിക്കിളിന്റെ പാത്താണ് കാണിച്ചിരിക്കുന്നത്. ഈ പോയിന്റിലുള്ള ടാൻജൻഷ്യൽ വെക്ടർ ആണ് ഈ ടി ഓഫ് ടി എന്ന് പറയുന്നത്. ഈ പോയിന്റിലുള്ള വെലോസിറ്റി വെക്ടർ കാണാൻ എന്ത് ചെയ്താൽ മതി? ഈ ds by dt എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി? ds by dt gives you the speed. അതിനെ ടാൻജന്റ് വെക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് യൂണിറ്റ് ടാൻജന്റ് വെക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ you get the velocity vector. Velocity vector എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കിട്ടും. So the length of the velocity vector is the speed of the particle and the direction of the velocity vector is the direction of motion. Direction of motion എന്ന് പറഞ്ഞാൽ tangential direction ആണ്. Okay. Now using chain rule and treating r bar is equal to r bar of s and s is equal to s of t. നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞു r ബാറിനെ നമുക്ക് എന്തായിട്ട് ട്രീറ്റ് ചെയ്യാം? r bar of s ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റും. ഡിസ്റ്റൻസിന്റെ ഫംഗ്ഷൻ ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു. Now distance എന്തിനനുസരിച്ച് മാറുന്നുണ്ട്? Distance is a function of time. S is changing with respect to time. നമ്മളൊരു പോയിന്റ് എന്നുള്ള ഡിസ്റ്റൻസ് എപ്പോഴും ആ ടൈമിനനുസരിച്ച് ഒരു പോയിന്റ് നമ്മൾ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്നുള്ള ഡിസ്റ്റൻസ് ടൈമിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. സോ ദാറ്റ് മീൻസ് യുവർ എസ് ഇസ് എ ഫംഗ്ഷൻ ഓഫ് ടി. എസ് ഇസ് എ ഫംഗ്ഷൻ ഓഫ് ടി. നമ്മുടെ ആർ ബാർ എന്ന് പറഞ്ഞാൽ സോ ആർ ബാർ ഇസ് എ ഫംഗ്ഷൻ ഓഫ് എസ് ആൻഡ് എസ് ഇസ് എ ഫംഗ്ഷൻ ഓഫ് ടി. സോ നമുക്ക് ഡി ആർ ബാർ ബൈ ഡി ടി എടുക്കാം അല്ലേ. ഡി ആർ ബാർ ബൈ ഡി ടി എടുക്കുമ്പോൾ എന്ത് കിട്ടും? ഡി ആർ ബാർ ബൈ ഡി ടി ഇസ് ഈക്വൽ ടു ഡി ആർ ബാർ ബൈ ഡി എസ്. ആർ ബാറിനെ എസ്സിൽ ഡിഫറൻസിയേഷൻ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഡി ആർ ബാർ ബൈ ഡി എസ് കിട്ടും. ഇൻറ്റു ഡി എസ് ബൈ ഡി ടി ചെയ്താൽ മതി. ചെയിൻ റൂൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ചെയിൻ റൂൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഡി ആർ ബാർ ബൈ ഡി എസ് ഇൻറ്റു ഡി എസ് ബൈ ഡി ടി എന്ന് കിട്ടും. സോ ദാറ്റ്സ് ഈക്വൽ ടു ഡി എസ് ബൈ ഡി ടി ഇൻറ്റു ടി ഓഫ് ടി. ഇത് വെലോസിറ്റി വെക്ടറിന് ഈക്വൽ ആണ്. ദാറ്റ് മീൻസ് ദിസ് velocity vector can be obtained by taking the derivative of r bar with respect to t. അപ്പോൾ വെലോസിറ്റി കിട്ടണ എന്ത് ചെയ്താലും മതി? വെലോസിറ്റി വെക്ടർ ക്യാൻ ബി ടേക്കൺ as ഡി ആർ ബാർ ബൈ ഡി ടി. അല്ലെങ്കിൽ ഇത് വേറെ രീതിയിൽ ഇങ്ങനെ ആലോചിക്കാം നമുക്ക്. ആർ ബാർ ക്യാൻ ബി ട്രീറ്റഡ് ആസ് എ ഫംഗ്ഷൻ ഓഫ് ടി അല്ലേ. ആർ ബാർ ഓഫ് ടി ആയിട്ട് ട്രീറ്റ് ചെയ്യാം. ടൈമിന്റെ ഫംഗ്ഷൻ ആയിട്ട് ട്രീറ്റ് ചെയ്യാം. ദെൻ ഇതിന്റെ പൊസിഷൻ വെക്ടർ ആണ് അല്ലേ. പൊസിഷൻ വെക്ടർ ആണ് ഈ ആർ ബാർ ഓഫ് ടി തരുന്നത്. ദിസ് ഇസ് ആർ ബാർ ഓഫ് 0 ആൻഡ് ദിസ് ഇസ് ആർ ബാർ ഓഫ് സം പോയിന്റ് ടി നോട്ട് എന്ന് പറയുന്ന പോയിന്റ്. അപ്പോൾ നമുക്ക് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്പ്ലേസ്മെന്റിന് ആവറേജ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ആവറേജ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ, ഡിസ്പ്ലേസ്മെന്റ് ഇസ് എ വെക്ടർ, ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടൈമിനെയാണ് നമ്മൾ ആവറേജ് വെലോസിറ്റി എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ കേസിലാണെങ്കിൽ ഇതാണ് ഒറിജിൻ എന്നുണ്ടെങ്കിൽ യു ഹവ് ടു find the displacement. Displacement is the direct distance between these 2 points. 0 എന്ന് ഇവിടെ എത്തുമ്പോൾ ഉള്ള ആ ഡിസ്റ്റൻസ് എത്രയാണോ ഈ ഡയറക്റ്റ് ഈ ലെങ്ത്തിനെയാണ് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് വിളിക്കുന്നത്. ദിസ് ലെങ്ത് ഇസ് ഡിസ്പ്ലേസ്മെന്റ്. ഡിസ്റ്റൻസ് ഇസ് ദിസ് കർവ്ഡ് ലെങ്ത്. ഈ കർവ് കൂടെയുള്ള ലെങ്ത് ആണ് ഡിസ്റ്റൻസ്. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് ദി സ്ട്രേറ്റ് ലൈൻ ഡിസ്റ്റൻസ് ആണ്. അപ്പം നമുക്ക് ഇതെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഡിസ്പ്ലേസ്മെന്റ് കിട്ടണ എന്ത് ചെയ്താൽ മതി? നമുക്കറിയാം എ ബി കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? എ ബി ഇസ് ഒബ്റ്റൈൻഡ് ബൈ ഒ ബി മൈനസ് ഒ എ എന്നാണ്. അതായത് ബിയുടെ പൊസിഷൻ വെക്ടർ എന്ന് എയുടെ പൊസിഷൻ വെക്ടറെ മൈനസ് ചെയ്താൽ മതി. സോ ഡിസ്പ്ലേസ്മെന്റ് ക്യാൻ ബി ടേക്കൺ ആസ് ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഈക്വൽ ടു ആർ ബാർ അറ്റ് ടി നോട്ട് മൈനസ്
ആർ ബാർ അറ്റ് സേ നമുക്ക് ഇതിനെ T0 എന്ന് വിളിക്കാം. ആർ ബാർ അറ്റ് T0 ഇതാണ് നമുക്ക് എന്ത് തരിക, ഡിസ്പ്ലേസ്മെന്റ് തരിക. ഡിസ്പ്ലേസ്മെന്റിനെ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവറേജ് വെലോസിറ്റി കിട്ടും. സോ ആവറേജ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഇതെന്ന് പറഞ്ഞാൽ ഡെൽറ്റ ആർ ബാർ ആണ് അല്ലേ, ഡെൽറ്റ ആർ ബാർ ഓഫ് ടി ആണ്. അതിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാം, ടൈമിലുള്ള ഡിഫറൻസ്. ടൈം ഇവിടുന്ന് ഇങ്ങോട്ട് T0 എന്ന് T1 എത്തിയെങ്കിൽ T1 മൈനസ് T0 എടുത്താൽ ഇത് T0 ഇത് T1 ആണെന്ന് വിചാരിക്കും, ഇത് T0 ആണെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ T1 മൈനസ് T0നെയാണ് നമ്മൾ ഡെൽറ്റ ടി എന്ന് വിളിക്കുന്നത്. സോ ദിസ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി വിൽ ഗിവ് യു ദി ആവറേജ് വെലോസിറ്റി. ഓക്കെ, ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ്? ആവറേജ് വെലോസിറ്റി ഇസ് ഈക്വൽ ടു ഡെൽറ്റ ആർ ബാർ ബൈ ഡെൽറ്റ ടി ആണ്. ഇതിന്റെ ലിമിറ്റ് ആണ് എന്ത്, വെലോസിറ്റി എന്ന് പറയുന്നത്. ആക്ച്വൽ വെലോസിറ്റി ഓർ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ഇസ് ദ ലിമിറ്റ് ഓഫ് ഡെൽറ്റ ആർ ബാർ ബൈ ഡെൽറ്റ ടി ആസ് ഡെൽറ്റ ടി ടെൻസ് ടു 0 ആണ് ബൈ ഡെഫിനിഷൻ ഓഫ് വെലോസിറ്റി. So this is the derivative of r bar with respect to t അല്ലേ, dr bar by dt ആണിത്. വെലോസിറ്റി നമുക്ക് ഇങ്ങനെയും കൺസിഡർ ചെയ്തിട്ട് എടുക്കാൻ പറ്റും. വെലോസിറ്റി വെക്ടർ ക്യാൻ ബി written either as dr bar by dt എന്ന് എഴുതാം, which is equal to r bar dash t ആണ് അല്ലേ, where t is taken as the time. Or you can also treat it as ds by dt is the speed into t bar is the tangential vector. ഇങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒന്നുകിൽ നമുക്ക് മാത്തമാറ്റിക്കലി ഇങ്ങനെ ഡിറൈവ് ചെയ്തിട്ട് പോവാം, അല്ലെങ്കിൽ വി ബാർ ഈക്വൽ ടു ഡി ആർ ബാർ ബൈ ഡി ടി എന്നുള്ളത്, ഇത് ആർ ബാർ ഡിസ്പ്ലേസ്മെന്റിനെ കാണിക്കുന്നു, ടി ടൈമിനെ കാണിക്കുന്നു. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ് വെലോസിറ്റി. അങ്ങനെ വെച്ചിട്ടും ഇത് പറയാൻ പറ്റും. സോ ഹിയർ യു ക്യാൻ സീ ദാറ്റ് ദിസ് ചെയിൻ റൂൾ വെച്ച് കഴിഞ്ഞാൽ ഡി ആർ ബാർ ബൈ ഡി ടി ഡി ആർ ബാർ ബൈ ഡി എസ് ഇൻറ്റു ഡി എസ് ബൈ ഡി ടി എന്ന് എഴുതാം. സോ ദിസ് ഡി എസ് ബൈ ഡി ടി ഇസ് ദിസ്, ഇത് രണ്ടും സെയിം ആയതുകൊണ്ട് ദിസ് ടി ഓഫ് ടി ദ ടാൻജൻഷ്യൽ വെക്ടർ ഷുഡ് ബി ഈക്വൽ ടു ഡി ആർ ബാർ ബൈ ഡി എസ് ആയിരിക്കണം. അതാണ് എഴുതിയിരിക്കുന്നത്. ടി ബാർ എന്ന് പറയുന്നത് ഡി ആർ ബാർ ബൈ ഡി എസിന് ഈക്വൽ ആയിരിക്കും. ടാൻജന്റ് വെക്ടർ, യൂണിറ്റ് ടാൻജന്റ് വെക്ടർ വിൽ ബി ഡി ആർ ബാർ ബൈ ഡി എസ്. Now what is acceleration? Acceleration is the derivative of velocity. അല്ലേ, വെലോസിറ്റിയുടെ ഡെറിവേറ്റീവിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ആക്സലറേഷൻ എന്ന് വിളിക്കുന്നത്. സോ ആക്സലറേഷൻ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, ഡി വി ബാർ ബൈ ഡി ടി ചെയ്യണം. ഡി വി ബാർ ബൈ ഡി ടി വെലോസിറ്റിയുടെ ഡെറിവേറ്റീവ് ആണ് ആക്സലറേഷൻ. ആക്സലറേഷൻ ഇസ് എ വെക്ടർ. സോ ഡി വി ബൈ ഡി ടി നമുക്ക് എന്ത് ചെയ്യാം, ഡി വി ബൈ ഡി ടി എന്ന് പറയുന്നത് ആക്ച്വലി ആക്സലറേഷൻ ഇസ് എ വെക്ടർ. സോ ദിസ് ഇസ് ആക്ച്വലി ഡി വി ബൈ വെലോസിറ്റിയുടെ ഡെറിവേറ്റീവ് ആണ് വിത്ത് റെസ്പെക്ട് ടു ടൈം. വെലോസിറ്റി തന്നെ ഓൾറെഡി ഒരു ഡെറിവേറ്റീവ് ആണ് അല്ലേ. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, ഡി വി ബാറിന് നമുക്ക് എന്ത് എഴുതാം, ഡി ആർ ബാർ ബൈ ഡി ടി എന്ന് എഴുതാം. സോ ദിസ് ഇസ് ഗോയിങ് ടു ബി so ultimately it is the second derivative of r bar with respect to t ആണ്. So this is nothing but d square r bar by dt square. ഇതിനെ നമുക്ക് വേണമെങ്കിൽ r bar double dash t എന്ന് എഴുതാം. So velocity is r bar dash t and acceleration is r bar double dash t. ഇതാണ് ടൈമിന്റെ ഫംഗ്ഷൻ ആയിട്ട് നമ്മൾ r ബാറിനെ എടുത്തു കഴിഞ്ഞാൽ ഫിസിക്കലി r bar dash t represents the velocity and r bar double dash t represents the acceleration. The acceleration is obtained by this. So this is the definition taken from the book. If r bar t is the position function of a particle moving along a curve, അപ്പോൾ ഒരു കർവിന്റെ പൊസിഷൻ ഫംഗ്ഷൻ ആയിട്ടാണ് നമ്മൾ r bar t എടുക്കുന്നത്. r bar t എന്ന് പറയുന്നത് ഈ പോയിന്റ് എടുക്കുക, അതിന്റെ ഒറിജിൻ എവിടെ ഉണ്ടാവുക, ആ ഒറിജിന് ഇതിലേക്ക് നമ്മൾ ടൈമിന്റെ ഫംഗ്ഷൻ ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. അറ്റ് ടൈം ടി എന്നാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഈ ആർ ബാർ ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറിജിന് ഈ പോയിന്റ് എവിടെ എത്തിയോ, ടൈം ടി ആകുമ്പോൾ അത് എവിടെ എത്തിയോ ആ പോയിന്റിന്റെ പൊസിഷൻ വെക്ടർ ആണ്. ആർ ബാർ ടി റെപ്രസെന്റ്സ് ദിസ് വെക്ടർ. Then the instantaneous velocity, instantaneous acceleration and the instantaneous speed of the particle at a time are defined by velocity is equal to dr bar by dt. Acceleration is defined by the derivative of velocity. So dv by dt എന്ന് എഴുതാം, അല്ലെങ്കിൽ d square r by dt square എന്ന് എഴുതാം. And speed is nothing but the magnitude of velocity, that is length of vt ആണ്, ds by dt. Now in most of the cases your position vector will be given. Position vector നമുക്ക് ചിലപ്പോൾ തന്നിട്ടുണ്ടാവും with respect to time. Say x of t I plus y of t j ഇങ്ങനെ കമ്പോണന്റ് വൈസ് ആയിട്ടാണ് തന്നിട്ടുണ്ടാവുക, പാരാമെട്രിക് ഫോമിൽ തന്നിട്ടുണ്ടാവും z of t k. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതൊക്കെ എങ്ങനെ കണ്ടുപിടിക്കാം എന്നാണ് ഈ ടേബിൾ കാണിക്കുന്നത്. പൊസിഷൻ വെക്ടർ ഇസ് ഗിവൺ ബൈ r bar of t. ഇത് 2 സ്പേസ് ആണ്, ഇത് 3 സ്പേസ്. R3യിലാണെങ്കിൽ 3 ഡയമെൻഷൻ ആണെങ്കിൽ 3 കോർഡിനേറ്റ്സ് ഉണ്ടാവും, ഇതാണെങ്കിൽ 2 കോർഡിനേറ്റ്സ്. ഇവിടുന്ന് ഒരു കോർഡിനേറ്റ് കളഞ്ഞാൽ ഇത് കിട്ടും. It's better to see this column.
ഈ കോളമാണ് നോക്കേണ്ടത്. പൊസിഷൻ എന്ന് പറയുന്നത് ആർ ബാർ ഓഫ് ടി ഇസ് ഗിവൺ ബൈ ദിസ്. ഓക്കെ, വെലോസിറ്റി കാണാൻ എന്ത് ചെയ്താൽ മതി, പൊസിഷന്റെ ഡെറിവേറ്റീവ് ആണ്, അല്ലെ ആർ ബാർ ഡാഷ് ടി ആണ്. ആർ ബാർ ഡാഷ് ടി ആണ് വെലോസിറ്റി എന്ന് പറയുന്നത്. സോ ദാറ്റ് ഇസ് ആക്ച്വലി എക്സ് ഓഫ് ടിയുടെ ഡെറിവേറ്റീവ്, കമ്പണന്റ് വൈസ് ഡെറിവേറ്റീവ് എടുക്കുക. ഡി എക്സ് ബൈ ഡി ടി ഐ പ്ലസ് ഡി വൈ ബൈ ഡി ടി ജെ പ്ലസ് ഡി സെഡ് ബൈ ഡി ടി കെ. ആക്സലറേഷൻ ഇസ് ദ ഡെറിവേറ്റീവ് ഓഫ് വെലോസിറ്റി. വെലോസിറ്റി ഒന്നുകൂടി ഡിഫറൻസിയേഷൻ ചെയ്താൽ ആക്സലറേഷൻ കിട്ടും. സോ ആക്സലറേഷൻ ഇസ് ഈക്വൽ ടു d square x by dt square I plus d square y by dt square j plus d square z by dt square k. Okay. And the speed is given by v of t is equal length of v of t. Velocity യുടെ length magnitude ആണ് എന്തായിട്ട് എടുക്കുന്നത്, സ്പീഡ് ആയിട്ട് എടുക്കുന്നത്. So that is given by root of velocity എന്ന് പറഞ്ഞാൽ ഇതാണല്ലോ, ഇതിന്റെ കമ്പണൻസ് dx by dt, dy by dt, dz by dt ആണ്. അതിന്റെ സ്ക്വയർ എടുക്കുക, സം എടുക്കുക, റൂട്ട് എടുക്കുക. So that is the length of velocity vector or the magnitude of velocity that is defined as speed. അപ്പോൾ ഇതിൽ ഈ പർട്ടിക്കുലർ കോളം എന്ന് പറയുന്നത് ഇതിന്റെ തന്നെ തേർഡ് കോർഡിനേറ്റ് ഒഴിവാക്കി, ഇത് R2 ആയതുകൊണ്ട് തേർഡ് കോർഡിനേറ്റ് 0 ആയിട്ട് വെച്ചിട്ട് ഇതിനെ തന്നെ എഴുതിയിരിക്കുന്നതാണ്. Okay, so this is how we find the velocity, position, etc. Now next is the displacement and distance traveled by a particle. ഒരു പാർട്ടിക്കിൾ ട്രാവൽ ചെയ്യുന്ന ഡിസ്പ്ലേസ്മെന്റും ഡിസ്റ്റൻസും ഇത് തമ്മിലൊരു കമ്പാരിസൺ ഞാൻ നേരത്തെ പറഞ്ഞ തന്നെയാണ്. ഒരു പാർട്ടിക്കിൾ ഇങ്ങനെ ട്രാവൽ ചെയ്യുന്നു, ഇങ്ങനെ ഈ പാത്ത് കൂടെ ട്രാവൽ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് അത് ടി ഈക്വൽ ടു ഇതിന്റെ ഡൊമൈൻ, ഇതിന്റെ ഒറിജിൻ ഇവിടെ ഉണ്ടാവും, ഒറിജിൻ എവിടെ. അപ്പോൾ ആർ ബാർ ഇസ് ടേക്കൺ ആസ് എ ഫംഗ്ഷൻ ഫ്രം സേ 0, k R2 ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ട ഡിസ്പ്ലേസ്മെന്റ്, വാട്ട് ഈസ് മീൻ ബൈ ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് ഡിസ്റ്റൻസ്. ആസ് ഐ സെറ്റ്, ഇപ്പം നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് നോക്കണമെങ്കിൽ എപ്പോഴും 2 ടൈം വേണം. T1 എന്ന് പറഞ്ഞ ടൈം തൊട്ടിട്ട് T2 വരെയുള്ള ടൈം ഈ ട്രാവൽ ചെയ്യുമ്പോൾ സോ T1 ആൻഡ് T2 ആർ ഹിയർ ഇൻ ദ ഡൊമൈൻ. T1 ഉം T2 ഉം ഡൊമൈനിലെ 2 പോയിന്റ്സ് ആണ്. ഒരു 0 എന്ന് പറഞ്ഞ പോയിന്റ് ആണെന്ന് വിചാരിക്കുക, ഇത് K എന്ന് പറഞ്ഞ പോയിന്റ് ആണ് എൻ പോയിന്റ്. T1 ഉം T2 ഉം ഈ 2 പോയിന്റ്സ് ആണെങ്കിൽ, സോ അറ്റ് T1 സപ്പോസ് ദിസ് ഈസ് ദി പൊസിഷൻ. നമ്മൾ ടി ഈക്വൽ ടു T1 ആകുമ്പോൾ ഇത് ഈ പൊസിഷനിലാണുള്ളത് എന്ന് വിചാരിക്കാം. അതിന്റെ പൊസിഷൻ വെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതായിരിക്കും, ഒറിജിനെ ഇതോട് ജോയിൻ ചെയ്താൽ കിട്ടുന്നത് ഇതായിരിക്കും ആർ ബാർ ഓഫ് T1 എന്ന് പറയുന്നത്. നൗ അറ്റ് ടി ഈക്വൽ ടു T2 ഇവിടെ എത്തിയെന്ന് വിചാരിക്കും. സപ്പോസ് ദിസ് ഇസ് ദി പൊസിഷൻ ഓഫ് ദ പാർട്ടിക്കിൾ വെൻ ടി ഈക്വൽ ടു ദിസ് ഇസ് നത്തിങ് ബട്ട് ആർ ബാർ ഓഫ് ടി ഈക്വൽ ടു T2 ആകുമ്പോൾ ഇവിടെ എത്തിയെന്ന് വിചാരിക്കാം. നമ്മൾ ഇതിനെ ജോയിൻ ചെയ്യും. ഇത് ആർ ബാർ ഓഫ് ടി അല്ല, ആക്ച്വലി പി എന്ന് പറഞ്ഞ പോയിന്റ് ആണ്. ഈ വെക്ടർ ആണ് ആർ ബാർ ഓഫ് T2 എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ വാട്ട് ഈസ് ദ ഡിസ്പ്ലേസ്മെന്റ് വൈൽ ടി ചേഞ്ചിങ് ഫ്രം T1 ടു T2 എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡയറക്റ്റ് ഡിസ്റ്റൻസ് ആണ്. ദിസ് ഈസ് ദി ഡിസ്പ്ലേസ്മെന്റ്. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഡിസ്പ്ലേസ്മെന്റ് എന്ന് വിളിക്കുന്നത്. As I said, displacement is nothing but displacement നമ്മൾ സാധാരണ ഡെൽറ്റ ആർ എന്നാണ് എടുക്കാറ്, കാരണം ആറിൽ ഉണ്ടാകുന്ന ഡിഫറൻസ് ആണല്ലോ. അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എ ബി എന്ന് പറഞ്ഞൊരു വെക്ടറിന്റെ ഇക്വേഷൻ എഴുതുന്ന പോലെയാണ്. എ ബി എന്ന് പറഞ്ഞ വെക്ടറിന്റെ ഇക്വേഷൻ കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ബിയുടെ പൊസിഷൻ വെക്ടറിന് എയുടെ പൊസിഷൻ വെക്ടർ മൈനസ് ചെയ്താൽ മതി. അതായത് ആർ ബാർ ഓഫ് T2 മൈനസ് ആർ ബാർ ഓഫ് T1 ചെയ്താൽ എന്ത് കിട്ടും, ഡിസ്പ്ലേസ്മെന്റ് കിട്ടും. സോ ദിസ് ഇസ് ദ ഡിസ്പ്ലേസ്മെന്റ്. Now distance കിട്ടണ എന്ത് വേണം, ഡിസ്റ്റൻസ് കിട്ടണമെങ്കിൽ this won't work. This will be giving you displacement. ഡിസ്റ്റൻസ് കിട്ടണമെങ്കിൽ there is no other way. You have to go along the curve. ഈ കർവിന്റെ മുകളിൽ കൂടെ തന്നെ പോകണം. എന്നിട്ട് സേ നമ്മളൊരു ട്വെയിൻ എടുത്തിട്ട് ഈ പോയിന്റിൽ നിന്ന് ഉള്ള ഡിസ്റ്റൻസ് ഈ കർവിന്റെ മേലെ കൂടെ ഇങ്ങനെ ഫിറ്റ് ചെയ്ത് കൊടുക്കും. ആ ട്വെയിനെ നമ്മൾ വെച്ചിട്ട് ഇതുവരെ മെഷർ ചെയ്യും. ദെൻ വി വിൽ മേക്ക് ഇറ്റ് സ്ട്രെയിറ്റ്. എന്നിട്ട് അതിന്റെ ലെങ്ത് നോക്കും. ആ ലെങ്ത് എത്രയാണോ, അതായത് ഇതിൽ കൂടെ ആക്ച്വൽ ട്രാവലിംഗ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ലെങ്ത് എത്രയാണോ അതിനെയാണ് നമ്മൾ ഡിസ്റ്റൻസ് എന്ന് വിളിക്കുന്നത്. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ് ആണ്. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഡെൽറ്റ ആർ എന്നാണ് കൊടുക്കാറ്. വേണമെങ്കിൽ ഡെൽറ്റ എസ് എന്ന് കൊടുക്കാം, കാരണം T0 T1 എന്ന് T2ലേക്കുള്ള ഡിസ്റ്റൻസ് ആണെങ്കിൽ ഡെൽറ്റ എസ് എന്ന് കൊടുക്കാം. സോ ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് ഡിസ്റ്റൻസ് അതാണ് തമ്മിലുള്ള വ്യത്യാസം. ഒന്ന് അലോങ് ദ പാത്ത് ആണ്, രണ്ടാമത്തത് നമ്മൾ സ്റ്റാർട്ടിംഗ് പോയിന്റ് എൻഡിങ് പോയിന്റ് മാത്രം നോക്കിയിട്ട് ജോയിൻ ചെയ്തിട്ട് കർവ് സ്ട്രേറ്റ് ലൈൻ വരയ്ക്കാം. ആ വെക്ടറിനെയാണ് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ എന്ന് വിളിക്കുന്നത്. അതെങ്ങനെ കിട്ടും എന്നാണ് നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത്. സപ്പോസ് എ പാർട്ടിക്കിൾ ഈസ് മൂവിംഗ് ഫ്രം P to Q as T moves from T0 to T1. ഇതാണ് പാത്ത് എന്ന് വിചാരിക്കും. അപ്പോൾ T0 എത്തുമ്പോൾ T ഈക്വൽ ടു T0 എത്തുമ്പോൾ ഈ പോയിന്റിൽ എത്തിയിട്ടുണ്ട്. ആർ ബാർ അറ്റ് T0 എന്ന് പറയുന്ന ഈ പോയിന്റ് ആണ്.
then suppose it reaches here when r bar at t equal to t1. r bar of t1 ഇതാന്ന് വിചാരിക്കാം. then the displacement is the direct measure from p to q. ഈ പോയിന്റ് ആണ് p, ഈ പോയിന്റ് ആണ് q. അങ്ങനെയാണെങ്കിൽ ഈ ഡയറക്റ്റ് ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡിസ്പ്ലേസ്മെന്റ് എന്ന് വിളിക്കുന്നത്. സോ ഡിസ്പ്ലേസ്മെന്റ് ക്യാൻ ബി ഒബ്റ്റൈൻ ബൈ ടേക്കിംഗ് ആർ ബാർ അറ്റ് t1 മൈനസ് ആർ ബാർ അറ്റ് t0. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻഡിങ് പോയിന്റിന്റെ പൊസിഷൻ വെക്ടറിന് സ്റ്റാർട്ടിംഗ് പോയിന്റ് പൊസിഷൻ വെക്ടർ മൈനസ് ചെയ്താൽ മതി. ബൈ ട്രയാങ്കിളിലോ നമുക്ക് നമ്മൾ ട്രയാങ്കിൾ റൂൾ പഠിച്ചിട്ടുണ്ടല്ലോ, അത് വെച്ചിട്ട് നമുക്ക് ഇത് പറയാൻ പറ്റും. ഈ പൊസിഷൻ വെക്ടർ, ഈ ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ ഇതാണെന്ന് പറയാൻ പറ്റും. ഇത് കിട്ടണമെങ്കിൽ വേറൊരു മെത്തേഡ് എന്ന് പറയുന്നത്, നമുക്ക് വേണ്ടത് ആർ ബാർ ആണെങ്കിൽ എന്ത് ചെയ്താൽ മതി? ആർ ബാർ ഡാഷ് ടി. ആർ ബാർ ഡാഷ് ടി എന്ന് പറയുന്നതാണ് ഡി ആർ ബാർ ബൈ ഡി ടി ആണ്. അതായത് ആർ ബാറിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടി ആണ് എടുത്തിരിക്കുന്നത്. അതിനെ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇന്റഗ്രേറ്റ് വിത്ത് റെസ്പെക്ട് ടു ടി ചെയ്താൽ എന്ത് കിട്ടും? ആർ ബാർ കിട്ടും അല്ലേ? അപ്പോൾ ഇന്റഗ്രേറ്റ് ചെയ്യാം. ആർ ബാർ ഡാഷ് ടിയെ അല്ലെങ്കിൽ വെലോസിറ്റി വെക്ടർ, ആർ ബാർ ഡാഷ് ടി ഈസ് നത്തിങ് ബട്ട് വെലോസിറ്റി വെക്ടർ. വെലോസിറ്റി വെക്ടറിനെ നമ്മൾ t0 ടു t1 ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് വെലോസിറ്റി വെക്ടറിനെ ആർ ബാർ ഡാഷ് ടി ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് t0 ടു t1 കൊടുത്താലും നമുക്ക് എന്ത് തന്നെയാണ് കിട്ടുക? ഈ പറയുന്ന ഇതേ ക്വാണ്ടിറ്റി തന്നെ കിട്ടും. അപ്പോൾ ഡെൽറ്റ ആർ കണ്ടുപിടിക്കാൻ നമുക്ക് വെലോസിറ്റിയാണ് നമ്മുടെ കയ്യിലുള്ളതെങ്കിൽ ഡെൽറ്റ ആർ, അതായത് ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാൻ എങ്ങനെ ചെയ്താലും മതി. വെലോസിറ്റിയെ നമ്മൾ എന്ത് ചെയ്യുക? ഇന്റഗ്രേറ്റ് ചെയ്ത് കൊടുക്കുക. t0 ടു t1 ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ദിസ് വിൽ ബി ഗിവിംഗ് യു ദ ഡിസ്പ്ലേസ്മെന്റ്. ഡിസ്പ്ലേസ്മെന്റ് along means while the particle is traveling can be obtained by integrating the velocity vector, because velocity vector is nothing but the derivative of the displacement vector. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് കിട്ടണ എന്ത് ചെയ്താൽ മതി? ആ ഡെറിവേറ്റീവിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് കൊടുത്താൽ ഡിസ്പ്ലേസ്മെന്റ് കിട്ടും. ഡിസ്റ്റൻസ് കിട്ടണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്താണ്? വെലോസിറ്റി അല്ല യൂസ് ചെയ്യേണ്ടത്, യു ഹാവ് ടു യൂസ് ദ സ്പീഡ്. സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെറിവേറ്റീവ് ഓഫ് ഡിസ്റ്റൻസ് ആണ് അല്ലേ? ഡെറിവേറ്റീവ് ഓഫ് ഡിസ്റ്റൻസ് വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ് എന്ത്? സ്പീഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഡിസ്റ്റൻസ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? സ്പീഡ് ഇസ് എ ഡെറിവേറ്റീവ് ഓഫ് ഡിസ്റ്റൻസ് വിത്ത് റെസ്പെക്ട് ടു ടൈം. ദെർഫോർ നമുക്ക് ഡിസ്റ്റൻസ് ട്രാവൽ കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ സ്പീഡിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് കൊടുക്കണം. വെലോസിറ്റി ഇന്റഗ്രേറ്റ് ചെയ്ത് കൊടുത്താൽ എന്ത് കിട്ടും? ഡിസ്പ്ലേസ്മെന്റ് കിട്ടും. അതിന് പകരം നമ്മൾ സ്പീഡിനെയാണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. ഡി എസ് ബൈ ഡി ടിയെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിത്ത് റെസ്പെക്ട് ടു ടി ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് യു ഗെറ്റ് ഇസ് എസ്. യു ഗോയിങ് ടു ഗെറ്റ് എസ്. അപ്പോൾ നമുക്കത് t0 ടു t1 ആണ് വേണ്ടെങ്കിൽ t0 ടു t1 ഇന്റഗ്രേറ്റ് ചെയ്ത് കൊടുത്താൽ മതി. Okay, so the distance traveled by the particle is s is equal to integral t0 to t1. ഇത് സ്പീഡാണ്. ആസ് എ സെഡ് വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സ്പീഡ് എന്ന് വിളിക്കുന്നത്. സ്പീഡിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് കൊടുത്താൽ എന്ത് കിട്ടും? ലെങ്ത് ഓഫ് ദ കർവ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ്. ലെങ്ത് ഓഫ് ദ കർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർട്ടിംഗ് പോയിന്റ് തൊട്ട് എൻഡിങ് പോയിന്റ് വരെയുള്ള ലെങ്ത് ആണെങ്കിൽ അങ്ങനെ, അഥവാ ഇൻ ബിറ്റ്വീൻ ഉള്ള കർവിലൂടെയുള്ള ലെങ്ത് ആണ് കിട്ടണമെങ്കിൽ അതിനെയാണ് നമ്മൾ എസ് എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. അതാണ് വേണ്ടതെങ്കിൽ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത് സ്പീഡിനെയാണ് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത് ഡിസ്റ്റൻസ് കിട്ടണമെങ്കിൽ. സോ അൾട്ടിമേറ്റ്ലി ഇറ്റ് സേസ് ടു തിങ്സ്. വൺ ഇസ് ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് വൈൽ മൂവിങ് ഫ്രം പി ടു ക്യൂ. പി എന്ന് പറയുന്നത് t0 പൊസിഷനാണ്, ക്യൂ എന്ന് പറയുന്നത് t1 പൊസിഷൻ ആണെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് കിട്ടണമെങ്കിൽ ഒന്നുകിൽ നമുക്ക് എന്ത് ചെയ്യാം? ആർ ബാർ അറ്റ് t1, ആർ ബാർ ആണ് തന്നിരിക്കുന്നെങ്കിൽ ആർ ബാർ അറ്റ് t1 മൈനസ് ആർ ബാർ അറ്റ് t0 ചെയ്താൽ ഡിസ്പ്ലേസ്മെന്റ് കിട്ടും. അല്ല എങ്കിൽ നമ്മൾ ഇന്റഗ്രേറ്റ് വെലോസിറ്റി വെക്ടർ വിത്ത് റെസ്പെക്ട് ടു ടൈം ഫ്രം t0 ടു t1 ചെയ്താൽ മതി. ദിസ് വിൽ ബി ഗിവിംഗ് യു ദ ഡിസ്പ്ലേസ്മെന്റ്. നൗ ഡിസ്റ്റൻസ് ആണ് വേണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഡിസ്റ്റൻസ് ആണ് വേണ്ടെങ്കിൽ വൈൽ ട്രാവലിംഗ് ഫ്രം t0 ടു t1 യു ഹാവ് ടു ഇന്റഗ്രേറ്റ് ദ സ്പീഡ്. സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലെങ്ത്, മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി വെക്ടർ ആണ്. This has to be integrated from t0 to t1. This is how we can find the distance. Okay. So this is a picture showing that the curve is like this. So I have started from this point and then ending point is this. At t1 the particle is at this point. t1 0 എന്ന് സ്റ്റാർട്ട് ചെയ്ത് t1 ടൈം ആകുമ്പോഴേക്കും അത് ഇവിടെ എത്തിയിട്ടുണ്ട്. ദെൻ അതിങ്ങനെ ഈ കർവ് കൂടെ ഇങ്ങനെയൊക്കെ പോയിട്ട് അറ്റ് t2 ടൈം ആകുമ്പോഴേ t ഈക്വൽ ടു t2 ആകുമ്പോഴേക്ക് നമുക്ക് ഈ പൊസിഷനിൽ എത്തിയെന്ന് വിചാരിക്കാം. ദെൻ ദ ഡിസ്പ്ലേസ്മെന്റ് ഇസ് ദിസ് വെക്ടർ. ഈ ആർ ഓഫ് t1നെ ആർ ഓഫ് t2ലേക്ക് ജോയിൻ ചെയ്യുന്ന വെക്ടറാണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. സ്ട്രേറ്റ് ലൈൻ വെക്ടർ ആണ്. സോ ഡിസ്പ്ലേസ്മെന്റ് ഇസ് ഡെൽറ്റ ആർ ഇസ് ഈക്വൽ ടു ആർ ഓഫ് t2 മൈനസ് ആർ ഓഫ് t1. അതാണ് നേരത്തെ പറഞ്ഞത്. ദിസ് ക്യാൻ ബി ഓൾസോ ടേക്കൺ ആസ് വെലോസിറ്റി വെക്ടറിനെ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടും കണ്ടുപിടിക്കാം. ഫിസിക്കലി ഇതാണ് അതിന്റെ മീനിങ്. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാത്ത് കൂടെ തന്നെ നമ്മൾ മെഷർ ചെയ്ത് പോകണം. ഇത് എത്ര ലെങ്ത് ഉണ്ടോ, ഈ കർവിന് എത്ര ലെങ്ത് ഉണ്ടോ അതാണ്
ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ദാറ്റ്സ് എ ബേസിക് ഡിഫറൻസ്. ഓക്കെ, നെക്സ്റ്റ് ഐ സി an example. Suppose a particle is moving along a circular path in such a way that its x and y coordinates at a time t are given by x equal to 2 cos t and y equal to 2 sin t. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ 2-dimensional ആണ് മോഷൻ കൺസിഡർ ചെയ്തിരിക്കുന്നത്. ആൻഡ് the components are given by x equal to 2 cos t and y equal to 2 sin t ആണ്. If you take x square plus y square, what you get is 2 square cos square t plus 2 square sin square t ആണ്. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ 4 എന്ന് കിട്ടും. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 4 എന്ന് കിട്ടും. സോ ദാറ്റ് മീൻസ് ഇറ്റ്സ് എ സർക്കിൾ ഓഫ് റേഡിയസ് 2 റേഡിയസ് ഉള്ള സർക്കിളിന്റെ മുകളിലാണ് ഇത് ട്രാവൽ ചെയ്യുന്നത്. വിത്ത് സെൻറ്റർ അറ്റ് ഒറിജിൻ എക്സ് -0 ആണ്, വൈ -0 ആണ്. അപ്പോൾ ഈ 2 ലെങ്ത് ഉള്ള ഈ സർക്കിളാണ് ഇതിന്റെ പാത്ത് എന്ന് പറയുന്നത്. ഓക്കെ, ഫൈൻഡ് ദി ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ആൻഡ് സ്പീഡ് ഓഫ് ദി പാർട്ടിക്കിൾ അറ്റ് ടൈം ടി. ഈ ടൈമിൽ വെലോസിറ്റിയും സ്പീഡും കാണാൻ പറഞ്ഞിട്ടുണ്ട്. സോ വാട്ട് യു ഹാവ് ടു ഡു ഇസ് you need to find the so here x of t is given by 2 cos t and y of t is given by 2 sin t. 2 sin t ആണ്. Okay, so r bar of t position vector എന്തായിരിക്കും? r bar of t is nothing but x of t I plus y of t j ആണ്. 2 cos t I plus 2 sin t j ആണ് വരിക. So this is your position vector. Now what is asked is to find the velocity vector. Velocity vector കാണാൻ എന്ത് ചെയ്യണം? r bar dash t എടുത്താൽ മതി. r bar dash t എടുക്കുക പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഡെറിവേറ്റീവ് എടുക്കുക. അപ്പോൾ 2 ഇൻറ്റു കോസ് ടിയുടെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ ടി ഐ പ്ലസ് 2 ഇൻറ്റു സൈൻ ടിയുടെ ഡെറിവേറ്റീവ് കോസ് ടി ജി. ഇതാണ് വെലോസിറ്റി വെക്ടർ വരിക. സോ ദാറ്റ് ഗിവ്സ് യു ദി ആൻസർ ഓഫ് ദി ഫസ്റ്റ് വൺ. ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ആൻഡ് സ്പീഡ് ചോദിച്ചിട്ടുണ്ട് അല്ലേ? സോ സ്പീഡ് കാണാൻ എന്ത് ചെയ്യണം? സ്പീഡ് ഈസ് ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി. This is your velocity. So magnitude of velocity എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ root of 2 square sin square t plus 2 square cos square t വരും. That's equal to 2 square plus 2 okay 2 square into sin square t plus cos square t എന്നത് 1 വരും. So ഇത് is equal to 2 എന്ന് വരും. So speed is equal to 2. So that's the answer for this. Velocity, speed. Velocity vector ആണ്, speed 2 ആണ്, constant ആണ്, means ഒരു scalar ആണ്. Sketch the path of the particle and show that the position and velocity vector at time t equal to pi by 4 with velocity vector drawn so that the initial point is at the tip of the position vector. Okay. Now at t equal to pi by 4 what will happen? t equal to pi by 4 എടുക്കുകയാണെങ്കിൽ പൊസിഷൻ എന്തായിരിക്കും? r bar of pi by 4 ആയിരിക്കും പൊസിഷൻ. So that's equal to 2 cos pi by 4 I plus 2 sin pi by 4 j വരും. pi by 4 j വരും. So that's equal to 2 into cos pi by 4 is 1 by root 2 plus 2 into sin 1 by 4 is again 1 by root 2 j ആണ് വരുന്നത്. So that's equal to root 2 I plus root 2 j ആണ്. So I plus j into root 2 എന്നാണ് വരിക. So that's root 2 comma root 2 എന്നുള്ള പോയിന്റിലായിരിക്കും ഇതിന്റെ ഈ പൊസിഷൻ വെക്ടർ ടി ഈക്വൽ ടു 5 by 4 റൂട്ട് 2 കോമ റൂട്ട് 2 എന്നുള്ള പോയിന്റിലായിരിക്കും ഇതിന്റെ പൊസിഷൻ വെക്ടർ വരിക. സോ ഇറ്റ്സ് ആക്ച്വലി ടി ഈക്വൽ ടു 5 by 4 എന്ന് പറയുമ്പോൾ ഇവിടെ ആംഗിൾ ആണ് വരിക. ഈ ഒരു പോയിന്റ് ആയിരിക്കും റൂട്ട് 2 കോമ റൂട്ട് 2 വരിക. ദിസ് ഇസ് ദി പൊസിഷൻ വെക്ടർ. ഈ വെക്ടറാണ് പൊസിഷൻ വെക്ടർ വരിക. ഓക്കെ, പാത്ത് ഓഫ് ദി പാർട്ടിക്കിൾ ഞാൻ ഓൾറെഡി വരച്ചു. ഇറ്റ്സ് എ സർക്കിൾ. And show that the position and velocity vector at time t equal to pi by 4 with velocity vector drawn. വെലോസിറ്റി വെക്ടറിന്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? ഇത് ഇങ്ങോട്ടാണ് ട്രാവൽ ചെയ്യുന്നതുകൊണ്ട് ടാൻജൻഷ്യൽ ഡയറക്ഷൻ ഇങ്ങനെയായിരിക്കും വെലോസിറ്റി വെക്ടർ ഉണ്ടാവുക. സോ ദിസ് വിൽ ബി ദി ഡയറക്ഷൻ ഓഫ് ദി വെലോസിറ്റി വെക്ടർ. ഓക്കെ, at time t equal to pi by 4 with the velocity vector drawn so that its initial point is at the tip of the position vector. ഈ വെലോസിറ്റി വെക്ടർ ആണ് നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത്. വെലോസിറ്റി വെക്ടർ എന്തായിരുന്നു? 2 സൈൻ വെലോസിറ്റി അറ്റ് പൈ ബൈ 4. വെലോസിറ്റി അറ്റ് പൈ ബൈ 4 എന്ന് പറയുന്നത് എന്താ വരിക? ദാറ്റ്സ് ഈക്വൽ ടു 2 ഇൻറ്റു സൈൻ പൈ ബൈ 4 മൈനസ് സൈൻ പൈ ബൈ 4 എന്ന് പറയുമ്പോൾ 1 by root 2 I മൈനസ് 1 by root 2 I പ്ലസ് 2 ഇൻറ്റു 1 by root 2 j ആണ് വരിക. root 2 j ആണ് വരിക. സോ ദാറ്റ്സ് ഈക്വൽ ടു അഗെയിൻ ഇവിടെ നമ്മൾ 2 root 2 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ root 2 മൈനസ് root 2 I പ്ലസ് root 2 j എന്നാണ് വരിക. So that means the position vector is given by
മൈനസ് റൂട്ട് 2i പ്ലസ് റൂട്ട് 2j, അതായത് മൈനസ് റൂട്ട് 2 കോമ റൂട്ട് 2 എന്ന് പറയുന്ന പോയിന്റാണ് പൊസിഷൻ വെക്ടറിന്റെ ടിപ്പായിട്ട് വരിക, വെലോസിറ്റി വെക്ടറിന്റെ ടിപ്പായിട്ട് വരിക. സോ മൈനസ് റൂട്ട് 2 എന്ന് പറയുന്നത് ഈ ഇവിടെ ആയിരിക്കും ഉണ്ടാവുക, മൈനസ് റൂട്ട് 2. ഇവിടെ തന്നെ നേരെ ഓപ്പോസിറ്റ്. നേരത്തെ നമ്മൾ റൂട്ട് 2 കോമ റൂട്ട് 2 എടുത്തത് ഈ പോയിന്റ് ആണെങ്കിൽ മൈനസ് റൂട്ട് 2 കോമ റൂട്ട് 2 എന്ന് പറയുമ്പോൾ ഈ പോയിന്റ് ആണ് വരിക. സോ ഒറിജിൻ അതിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ദിസ് ഇസ് ഗോയിങ് ടു ബി ദ വെലോസിറ്റി വെക്ടർ. വി ബാർ ഓഫ് ടി എന്ന് പറയുന്നത് ഈ വെലോസിറ്റി വെക്ടർ ഇതായിരിക്കും. സോ ദിസ് ഇസ് ഗോയിങ് ടു ബി യുവർ വെലോസിറ്റി വെക്ടർ. ഓക്കെ, വെലോസിറ്റി വെക്ടറിന്റെ ഡയറക്ഷൻ നമ്മൾ പറഞ്ഞു ടാൻജൻഷ്യൽ ഡയറക്ഷൻ ആണെന്ന് പറഞ്ഞു. ആൻഡ് യു ക്യാൻ പ്ലേസ് ഇറ്റ് അറ്റ് ദിസ് പോയിന്റ്. അപ്പോൾ നമ്മൾ ആക്ച്വലി ഈ വെക്ടറാണ് വെലോസിറ്റി വെക്ടർ. ഇത് നമ്മൾ ഇവിടെ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ ടിപ്പ് എവിടെയായിരിക്കും? ഈ പൊസിഷൻ വെക്ടറിന്റെ അവിടെ നമ്മൾ ടിപ്പിൽ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടും. സോ ദിസ് ഇസ് ദി വെലോസിറ്റി വെക്ടർ. വെലോസിറ്റി വെക്ടർ ഡ്രോൺ സോ ദാറ്റ് ദി ഇനീഷ്യൽ പോയിന്റ് ഈസ് അറ്റ് ദി ടിപ്പ് ഓഫ് ദി പൊസിഷൻ വെക്ടർ. അപ്പോൾ നമ്മൾ ഇതാണ് ആക്ച്വലി വെലോസിറ്റി വെക്ടർ. ഇതിനെ നമുക്ക് എവിടെ വരയ്ക്കാൻ പറ്റും? ഈ പോയിന്റിൽ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ, പ്ലേസ് ചെയ്യുകയാണെങ്കിൽ, പൊസിഷൻ വെക്ടറിന്റെ ടിപ്പിൽ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ ഇതാണ് നമുക്ക് വേണ്ട ഫിഗർ. അതായത് ഇത് വേണ്ട ആവശ്യമില്ല. സോ ദ ഫിഗർ ഇസ് ദിസ് is the position vector and this is the velocity vector. So this is what is asked here. Okay, velocity vector വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ ഇനീഷ്യൽ പോയിന്റ് എവിടെ ആക്കി വരയ്ക്കണം? ഈ പൊസിഷൻ വെക്ടറിന്റെ ടിപ്പിൽ വെച്ചിട്ട് തന്നെ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മളൊരു കർവ് എടുക്കുകയാണെങ്കിൽ ആ പോയിന്റിൽ ഏതെങ്കിലും ഒരു പോയിന്റ് ഫിക്സ് ചെയ്തിട്ട് അവിടെയുള്ള വെലോസിറ്റി വെക്ടർ അവിടെ ആ കർവിന്റെ മേലെ തന്നെ വരച്ചു കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇവിടെ സർക്കിൾ ആയതുകൊണ്ട് ഇങ്ങനെയാണ് വരുന്നത് മാത്രം. സോ ദാറ്റ് അപ്പോൾ നമ്മൾ ഇത് ടാൻജൻഷ്യൽ ഡയറക്ഷൻ നമുക്കറിയാം എങ്ങനെയാണ് വരികയെന്ന്. പക്ഷെ ഇവിടെ നമ്മൾ എന്താ ചെയ്തത്? ആ ഡയറക്ഷൻ നമ്മൾ ആ വെക്ടർ കണ്ടുപിടിച്ചു, പൊസിഷൻ വെക്ടർ വെലോസിറ്റി വെക്ടർ കണ്ടുപിടിച്ചു. എന്നിട്ട് അതിനെ നമ്മൾ പ്ലേസ് ചെയ്യുമ്പോൾ നമുക്ക് അതേ ഡയറക്ഷൻ തന്നെയാണ് കിട്ടുക. ടാൻജൻഷ്യൽ ഡയറക്ഷൻ തന്നെയാണ് വെലോസിറ്റിക്കും കിട്ടുന്നത്. ഇവിടെ നമ്മൾ അത് വെരിഫൈ കൂടെയാണ് ചെയ്തത്. So that at each point, at each instant, the acceleration vector is perpendicular to the velocity vector. Acceleration vector velocity vector ന് perpendicular ആണെന്ന് കാണിക്കണം. So the acceleration vector, acceleration a bar t എന്ന് പറയുന്നത് it's going to be velocity derivative ആണ്. So 2 into minus sin t derivative minus cos t I 2 into cos t, 2 into cos t derivative minus sin t ആണ്. അപ്പോൾ ഇവിടെ മൈനസ് വരും, മൈനസ് sin t j എന്ന് വരും. So that's equal to minus 2 into cos ti plus sin tj. ഇതാണ് ആക്സലറേഷൻ വരെ. ആക്സലറേഷൻ വെക്ടർ is minus 2 into cos ti plus sin tj. Okay, so acceleration vector കണ്ടുപിടിച്ചു, is perpendicular to the velocity vector. Okay, we will place it. അപ്പോൾ നമ്മുടെ വെലോസിറ്റി വെക്ടർ എന്തായിരുന്നു? വെലോസിറ്റി വെക്ടർ ഇതായിരുന്നു, മൈനസ് 2 v bar of t എന്ന് പറയുന്നത് മൈനസ് 2 sin t i പ്ലസ് 2 cos t j ആണ്. ഇത് രണ്ടും പെർപെൻഡിക്കുലർ ആണെന്നാണ് പറയാൻ പറഞ്ഞിരിക്കുന്നത്. ഷോ ദാറ്റ് ഈച്ച് ഇൻസ്റ്റന്റ് ദ ആക്സലറേഷൻ വെക്ടർ ഇസ് പെർപെൻഡിക്കുലർ ടു ദ വെലോസിറ്റി വെക്ടർ. വെലോസിറ്റിയുടെ ഡയറക്ഷൻ മീൻസ് ആക്സലറേഷന്റെ ഡയറക്ഷൻ വെലോസിറ്റിക്ക് പെർപെൻഡിക്കുലർ ആണെന്നൊന്നുമില്ല. ഓക്കെ, സോ ഹിയർ വാട്ട് യു ക്യാൻ സീ ഇസ് ഇറ്റ് ഈസ് ഹാപ്പനിങ്. സോ അതായത് എ ബാറിനെ നമ്മൾ വി ബാർ കൊണ്ട് പെർപെൻഡിക്കുലർ എന്ന് പറയുന്നത് ചെയ്താൽ മതി, ഡോട്ട് പ്രോഡക്റ്റ് എടുത്താൽ മതി അല്ലേ. ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ എന്ത് വരും? മൈനസ് 2 sin t ഇൻറ്റു മൈനസ് 2 cos t. അപ്പോൾ എന്ത് വരും? 2 sin t cos t വരും, പ്ലസ് 2 cos t ഇൻറ്റു മൈനസ് 2 sin t എടുക്കുമ്പോൾ മൈനസ് 2 sin t cos t വരും. ഇവിടെ sin t cos t ഉണ്ട്, മൈനസ് 2 sin t cos t വരും. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? 0 എന്ന് വരും. ദാറ്റ് മീൻസ് വാട്ട് യു ആർ ഗെറ്റിംഗ് ഇസ് ദി ആക്സലറേഷൻ വെക്ടർ ഇസ് ഈക്വൽ ടു യുവർ ആക്സലറേഷൻ വെക്ടർ when you take the dot product of the acceleration vector with the velocity vector, this is giving you 0. ഇത് ഞാൻ കാൽക്കുലേറ്റ് ചെയ്താണ്. ഇത് രണ്ടും കൂടെ എടുത്ത് ഡോട്ട് പ്രോഡക്റ്റ് എടുത്ത് നോക്കിയാൽ മതി. ഈ വെക്ടറും കൂടെ ഡോട്ട് പ്രോഡക്റ്റ് എടുത്താൽ യു ക്യാൻ സീ ദാറ്റ് ഇറ്റ് ഈസ് ഗോയിങ് ടു ഗിവ് യു 0. സോ ദാറ്റ് മീൻസ് ആക്സലറേഷൻ വെക്ടർ ഇസ് ഓൾവേസ് പെർപെൻഡിക്കുലർ ടു ദി വെലോസിറ്റി വെക്ടർ. ഇത് ഏത് ടിക്കും ട്രൂ ആണ്. ഞാൻ ഏത് ടി ഫിക്സ് ചെയ്തിട്ടല്ല പറയുന്നത്. ഐ ഹാവ് ടേക്കൺ ജനറൽ ടി. ജനറൽ ടിക്ക് എ ബാർ ടി കണ്ടുപിടിച്ചു, വി ബാർ ടി എടുത്തു, ഇതിന്റെ ഡോട്ട് പ്രോഡക്റ്റ് എടുത്തു. അതെപ്പോഴും 0 ആയിരിക്കും. So we have shown that acceleration vector is always perpendicular to the velocity vector. Another problem, a particle is moving along the three-dimensional space in such a way that the velocity is this v of t is equal to I plus tj plus t square k. Find the coordinates of the particle at time t equal to 1 given that the particle is at the point -1, 2, 4 at time t equal to 0. നമുക്ക് വേണ്ടത് എന്താണ്? കോർഡിനേറ്റ്സ് ഓഫ് ദി
പാർട്ടിക്കിളിന്റെ കോർഡിനേറ്റ്സ് ആണ് വേണ്ടത്, അതായത് പൊസിഷൻ വെക്ടർ ആണ് നമുക്ക് വേണ്ടത്. ആർ ബാർ ഓഫ് ടി എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അറ്റ് ടൈം ടി ഈക്വൽ ടു 1, അതായത് ആർ ബാർ ഓഫ് 1 എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. We need to find that, right? So what is given as velocity? V bar of t is given to you. It is given as I plus tj plus t square k. I plus tj plus t square k. So from this you can find the പൊസിഷൻ വെക്ടർ. പൊസിഷൻ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആർ ബാർ ഓഫ് ടി കാണാൻ എന്ത് ചെയ്താൽ മതി? യു നോ ദറ്റ് ദിസ് ഇസ് നത്തിങ് ബട്ട് ആർ ബാർ ഡാഷ് ടി, ഡെറിവേറ്റീവ് ആണല്ലേ, ആർ ബാറിന്റെ ഡെറിവേറ്റീവ് ആണിത്. അപ്പോൾ അതിന് ആർ ബാർ കാണാൻ എന്ത് ചെയ്താൽ മതി? ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ മതി. ഇൻറ്റഗ്രേറ്റ് വെലോസിറ്റി വെക്ടർ, യു ഗെറ്റ് ദി പൊസിഷൻ വെക്ടർ. അപ്പം നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1i ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടി ഐ എന്ന് വരും, പ്ലസ് ടിയുടെ ഇൻറ്റഗ്രൽ ടി സ്ക്വയർ ബൈ 2j പ്ലസ് ടി സ്ക്വയറിൻ്റെ ഇൻറ്റഗ്രൽ ടി ക്യൂ ബൈ 3k എന്ന് വരും. സോ ദിസ് പ്ലസ് എ കോൺസ്റ്റന്റ് വിൽ കം, സോ ai പ്ലസ് bj പ്ലസ് ck. അല്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് ഒരു സി ബാർ കെ എന്ന് കൊടുത്താലും മതി, സി ബാർ എന്ന് എടുത്താൽ മതി. സി ബാർ ഇസ് എ വെക്ടർ കോൺസ്റ്റന്റ്. So this is your position vector. R bar of t is equal to ti plus t square j plus t square by 2j plus tq by 3k plus c bar. Okay, so this is your position vector. Now what is asked is to find the position coordinates of the particle. Coordinates of the particle എന്ന് പറഞ്ഞാൽ പാർട്ടിക്കിൾ ഏതാണോ അതിന്റെ എക്സ് വൈ സെഡ് കോർഡിനേറ്റ്സ്, അതായത് പൊസിഷൻ വെക്ടർ ആണ്, പൊസിഷൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. കോർഡിനേറ്റ് എന്താണ്, വൈ കോർഡിനേറ്റ് എന്താണ്, z കോർഡിനേറ്റ് എന്താണ്, പൊസിഷൻ കിട്ടിയാൽ മതി. ഓക്കെ, അറ്റ് പോയിന്റ് ടി ഈക്വൽ ടു 1. അപ്പോൾ നമുക്ക് വേണ്ടത് ആർ ബാർ അറ്റ് ടി ഈക്വൽ ടു 1 ആണ് വേണ്ടത്. അപ്പോൾ എന്ത് വരും? 1i പ്ലസ് 1/2j പ്ലസ് 1/3k എന്ന് വരും. ടിക്ക് 1 എന്ന് കൊടുത്താൽ മതി, പ്ലസ് എ കോൺസ്റ്റന്റ് വിൽ കം. അപ്പോൾ ഈ കോൺസ്റ്റന്റ് എന്താണെന്ന് നമുക്ക് അറിയാത്തത് കൊണ്ട് അത് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ദർ ഇസ് എൻ ഇനീഷ്യൽ കണ്ടീഷൻ ഗിവൺ ടു യു. അറ്റ് ടൈം ടി ഈക്വൽ ടു 0 ദ പൊസിഷൻ ഈസ് -124 തന്നിട്ടുണ്ട്. ടൈം ടി ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർ ബാർ ഓഫ് 0 എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്? ദി പോയിന്റ് -124 ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ -1i പ്ലസ് 2j പ്ലസ് 4k, -124 അല്ലേ, -124 ടൈം ടി ഈക്വൽ ടു 0. അപ്പോൾ ഇതിൽ നമുക്ക് ആ സി ബാർ കിട്ടണമെങ്കിൽ വാട്ട് യു ഹാവ് ടു ഡു ഈസ് ആർ ബാർ ഓഫ് 0 ഇതെന്ന് കണ്ടുപിടിക്കാം. ആർ ബാർ ഓഫ് 0 ഇസ് വാട്ട് ഫ്രം ഹിയർ. ഇവിടെ നമ്മൾ ആർ ബാർ ഓഫ് 0 കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? 0i പ്ലസ് 0 സ്ക്വയർ ബൈ 2j പ്ലസ് 0 ക്യൂബ് ബൈ 3k, അപ്പോൾ പ്ലസ് സി ബാർ. ഇതാണ് ആർ ബാർ അറ്റ് 0 എന്ന് പറയുന്നത്. ഇത് എത്രയാണ് തന്നിട്ടുണ്ട്? ദിസ് ഇസ് നത്തിങ് ബട്ട് -124 എന്ന് പറയുന്നതിന്റെ പൊസിഷൻ വെക്ടർ ആണ്. ദാറ്റ്സ് ഈക്വൽ ടു -1i പ്ലസ് 2j പ്ലസ് 4k എന്ന് കിട്ടും. ഓക്കെ, ദാറ്റ് മീൻസ് യുവർ ഇതെല്ലാം 0 ആണല്ലോ, ഇതെല്ലാം 0 ആയതുകൊണ്ട് സി ബാർ ഇസ് നത്തിങ് ബട്ട് C bar is equal to I minus I plus 2j plus 4k ആണ്. ഓക്കെ, സോ യു ഹാവ് ഫിക്സ്ഡ് ദി വാല്യൂ ഓഫ് C bar. അപ്പോൾ നമ്മുടെ ഫൈനൽ ആൻസർ എന്ത് വരും? R bar at 1 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് I plus 1/2j plus 1/3k plus C bar is nothing but minus I plus 2j plus 4k. While adding these two, you get minus I യും plus I cancel ചെയ്തു പോകും. രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് ആൻസർ എഴുതാം. ദാറ്റ് ഈസ് 1/2 പ്ലസ് 2j എന്ന് പറയുന്നത് 2 പ്ലസ് 1/2 അല്ലെ 5/2 വരും. 5/2j പ്ലസ് 4 പ്ലസ് 1/3. 4 പ്ലസ് 1/3 എന്ന് പറയുമ്പോൾ 13/3 അല്ലേ, 13/3k വരും. This is going to be R bar at 1. So this is what is asked in the problem. Okay, t equal to 1 ആൻസർ വരും. R bar at 1 is equal